ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദത്തിന് ചെറിയൊരു അടപ്പുണ്ട്. ഈ ജലദോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ചെറിയൊരു അടപ്പുണ്ട്. എല്ലാവരും സഹകരിക്കുക, സോറി. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് തൃശ്ശൂർ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഒരു രക്ഷയില്ല, തനി അടിപൊളി ഒരു പൊളി വീട് തന്നെ പറയാം. തകർത്തിട്ടുണ്ട് വർക്കുകളെല്ലാം. അപ്പോൾ ആരും സ്ക്രിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പുതിയ വീടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. നമുക്ക് കാണാം, റോഡൊക്കെ ഇപ്പോൾ നന്നാക്കി വരുന്നുള്ളൂ. ടാറിംഗ് ആണ്, അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ആദ്യം പുതിയ ടാറിംഗ് ഒക്കെ വരും. അതുപോലെ ഈ സൈഡും അതാട്ടാ, 2 സൈഡും അവിടെ നിന്ന് വരുന്ന വഴിയും ടാറിംഗ് റോഡ് തന്നെയാണ്. നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ടെക്സ്റ്റൈൽ വർക്കുകളും ഇൻറ്റീരിയർ വർക്കുകളും നല്ല അടിപൊളി വെറൈറ്റി രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്ത് നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റ്. നമുക്കറിയാം, ഒരു 24 അടിയൊക്കെ വീതി ഉണ്ടോ, അത്രയും സ്ലൈഡിങ് ഒരു വീതി കൂടിയ ഫ്രണ്ടേജാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് വലിയ വാഹനം കടത്തി നിർത്താം. അതായത് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ നിർത്താവുന്നതാണ്. കിണർ നമുക്ക് ഒരു സൈഡിലായിട്ട് ഹാഫ് കിണർ അടിച്ച് വെച്ചിരിക്കാം. അതായത് ഇപ്പോൾ വർക്ക് നടക്കുന്ന നമുക്ക് ഇതൊക്കെ മൂടിയിട്ടിരിക്കുക. ധാരാളം വെള്ളമുണ്ട്, അത് ഗ്യാരണ്ടിയാണ്. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത അടിപൊളി ഒരു റെസിഡൻഷ്യൽ ഏരിയ. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനി കളറ് പോളിഷൊക്കെ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസൊക്കെ വെക്കിട്ട ഈ പൊഴിയിൽ. എല്ലാ വർക്കും കഴിച്ചിട്ടാണ് നമുക്ക് ഈ വർക്കുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾക്ക് നമുക്ക് ഇവിടെ 2ഓളം വാഹനങ്ങൾ ഇവിടെ നമുക്ക് മുൻവശത്ത് തന്നെ പാർക്ക് ചെയ്യാൻ ഈ സൈഡിലും സ്ഥലമുണ്ട്. ധാരാളം LED ബൾബുകളും വാംലൈറ്റുകളും നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് ഇത് ഈ വീടിൻ്റെ എലിവേഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, അതായത് വീതി കൂടി ഒരു സെറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ഇവിടെ ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മരങ്ങളെല്ലാം തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ പാളി ഡോറോട് കൂടി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ടൈലും അപ്പോക്സിയോട് കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോക്സി ഇവിടെ ചെയ്യാവുന്നതല്ലോ കേട്ടോ. അത് മാത്രമാണ് ഈ ഫ്രണ്ടിലത്തെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാലൻസ്. നല്ലൊരു അടിപൊളി TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി TV യൂണിറ്റ് തന്നെയാണ് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലൊക്കെ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മോഡലിംഗ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാള്, നല്ലൊരു കളർഫുള്ള് ലിവിംഗ് ഹാൾ തന്നെ ആക്കിയിട്ടുണ്ട്. അതുപോലെ മോൾ വശത്തൊക്കെ ധാരാളം ഹോൾ സീലിംഗ് വർക്ക്, ധാരാളം LED ബൾബൊക്കെ വെച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിൻ്റെ ഫുൾ ലെങ്ത്തിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തും മൾട്ടിവുഡിൽ ധാരാളം വർക്കുകൾ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു സൈഡും നല്ലൊരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ മാച്ചിങ് ടൈല് തന്നെ, വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെയറിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ടാണ് നല്ല LED ബൾബൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളും. അതുപോലെ മുകൾ വശത്തും ധാരാളം അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെയും വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം വളരെ പ്രത്യേക രീതിയിലുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു സൈഡിൽ നിന്നാണ് പോകുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഒരു 14-12 ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് കേട്ടോ. ചില 14-14 ഉണ്ട്. വാർഡ്രോബ്സ് ഒരു ഫുൾ വൈറ്റിലാണ് കൊടുത്തിരുന്നത്. വൈറ്റ് ഡിസൈനിലാണ് ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബെഡ്റൂം ഫുൾ ലെങ്ത്തിൽ മറ്റേ ഇൻറ്റീരിയർ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹോൾ സീലിംഗ് വർക്കുകൾ, LED ബൾബുകൾ, കളർ പെയിൻറ്റിങ് ഫുൾ ലെങ്ത്തിൽ തന്നെ ഈ ബെഡ്റൂമിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം, ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അടിയിൽ കബോർഡ് വർക്കൊക്കെ ആയിട്ട് ഡ്രോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ
അറ്റാച്ച്ഡ് ബാത്റൂം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല വീതി കൂടിയ വാൾട്ടയിൽ തന്നെ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ വേറെ പൊളിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആധുനിക രീതിയിലുള്ള വർക്കുകളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സൈഡിൽ രണ്ടാമത്തെ ബെഡ്റൂം, ഡൈനിങ് ഹാളിലാണ് 2 ബെഡ്റൂമും തിരിയുന്നത് കേട്ടോ. നല്ല വീതി കൂടിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ 4 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ബെഡ്റൂമിൻ്റെ വലിപ്പം ഫീൽ ചെയ്യില്ല. 14 ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് ഡിസൈനിലാണ് ഇവിടെ മുകൾ വശത്ത് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. വാൾഡ്രോബ്സ് ഒരു വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ, ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാം വെറൈറ്റി ഡിസൈനിലാണ് വാൾട്ടയിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരേ മോഡലല്ല, ഒക്കെ 4 ബെഡ്റൂമിലുള്ള അറ്റാച്ചറും വെറൈറ്റി ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് വാഷ് ഏരിയ ഒരു സൈഡിലായിട്ട് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. ബസ് റൂട്ടിന് വെറും ഒരു 200-250 മീറ്റർ ഉള്ളോട്ടോ ഈ വീട്ടിലേക്ക്. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വരുന്ന വഴിയുണ്ടല്ലോ, മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് നേരെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരം. നല്ലൊരു അടിപൊളി ഓപ്പൺ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം, അതായത് ലിവിംഗ് ഹാളിൽ നിന്ന് ഒരു പ്രൈവസി ഉണ്ട് കേട്ടോ, നമുക്ക് കിച്ചണിലേക്ക് കാണില്ല. അതുപോലെ ഒരാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ മൾട്ടിപ്പിൾ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു നാനോ വൈറ്റ് ഇതിൻ്റെ മുകൾ വശത്തും കൊടുത്തിരിക്കുന്നു. ഒരു വുഡ് ഡിസൈനിലാണ്, അതും വീതി കൂടിയ ടൈൽ തന്നെയാണ് കിച്ചണിലും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഫുൾ വൈറ്റ് കളറിലാണ് ഇവിടെ കിച്ചണിൻ്റെ കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ആ ഫ്ലോർ ടൈലിനോട് മാച്ചിങ് ആയിട്ടുള്ള കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ മാച്ചിങ് നല്ല കളർഫുൾ മാച്ചിങ് ആണ്. ബെഡ്റൂമിലായാലും ഡൈനിങ്ങും ലിവിങ്ങും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിനുള്ള സ്ഥലം ഈ സൈഡിലാണ് ഒതുക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ചുറ്റുഭാഗം വീതി കൂടിയ ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട്. ചുമരിലെ ചെളി തെറിക്കാത്ത വിധത്തിലൊക്കെ ഫുൾ സൈഡിലും കൊടുത്തിട്ടുണ്ട്. വാൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടന്നു. അത്രയും വലിയൊരു ആണ് വർക്ക് ഏരിയയിൽ സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നീളം കൂടിയ ഒരു സെക്കൻഡ് കിച്ചൺ വാഷ് ഏരിയയോട് കൂടിയിട്ടും അതുപോലെ ചുമരിൽ ചുറ്റും സൈഡിലെല്ലാം ചെളി തെറിക്കാത്ത വിധത്തിൽ ഇവിടെയും ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ബാത്റൂം ഈ സൈഡിലുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല. അതിൽ പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ അടച്ചു വെച്ചായിരുന്നു. സൈഡിലായിട്ട് കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഈ ഭാഗത്ത് ടൈലെല്ലാം വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ കളർ പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്യാനാണ്. ഗ്യാസ് പുറത്തുനിന്ന് വെക്കാനുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് വരുന്നത്. ബസ് റൂട്ട് തൊട്ട് അടുത്ത് തന്നെ ഉണ്ട്, ഒരു 200-250 മീറ്റർ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും ഒരു ഒരു 8 കിലോമീറ്റർ അത്ര അടുത്താണ് ഈ വീട് നിൽക്കുന്നത്. ധാരാളം വീടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 89 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു L ഷേപ്പാണ് ഇവിടെ ഹാള് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഹാളിലും നല്ലൊരു അടിപൊളി TV യൂണിറ്റ് മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്തുമായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഹോൾ സീലിംഗ് ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുള്ളത്. LED ബൾബൊക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാൾഡ്രോബ്സൊക്കെ വുഡ് ഡിസൈനും വൈറ്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. LED ബൾബൊക്കെ അവിടെയും ചെയ്തിട്ടുണ്ട്. ധാരാളം വർക്ക് മുകൾ വശത്തും കളർ പെയിൻറ്റിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ ബൾബ് വെച്ചിട്ടില്ല, അതാണ് ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന, അതായത് ഓപ്പൺ ബാൽക്കണിയിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. 4-5 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ മുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത്. LED ബൾബൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്.
സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂളൊക്കെ അവിടെ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. അതുപോലെ ഹോളി ഫാമിലി സ്കൂളുകളുണ്ട്, എല്ലാ ആരാധനാലയങ്ങളും. മണ്ണുത്തി ക്രിസ്ത്യൻ ചർച്ച് മണ്ണുത്തി ഇടവകയാണ് വരുന്നത്. ധാരാളം വീടുള്ള ഒരു ഏരിയ ആണ് ക്രിസ്ത്യൻ ചർച്ച് വരുന്നത്. മണ്ണുത്തിയാണ് ഇതിൽ ഇടവക വരുന്നത്. എല്ലാ മറ്റേ ഹിന്ദുക്കളുടെ അമ്പലങ്ങളായാലും ഒരു 500 മീറ്റർ ചുറ്റളവിലുണ്ട്. മസ്ജിദ് ആയാലും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ അതുമുണ്ട്. എല്ലാ ആരാധനകളും തൊട്ടടുത്ത് തന്നെയുണ്ട്. 4ാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഹോൾ സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, LED ബൾബൊക്കെ വെച്ചിട്ട്. അതുപോലെ സൈഡിലായിട്ട് തന്നെ നേരത്തെ കണ്ടമാരുള്ള ഡ്രസ്സിംഗ് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരും അതുപോലെ വീട് കാണാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. പുറത്തേക്ക് കിടക്കുന്ന ഒരു ഓപ്പൺ ടെറസാണ് കിട്ടുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണം ഒന്ന് ക്ലിയർ ആയിട്ട് കാണാമെന്നാലും കണ്ടാ ഫുൾ ലെങ്ത്തിൽ ഈ സൈഡിലൊക്കെ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇതിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. റേറ്റ് നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാം. ഇതിൻ്റെ പ്രത്യേകത 2ാമത്തെ ഒരു ഓപ്പൺ ടെറസാണ്. 2 സൈഡിലും പിന്നെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും നല്ല വീതി കൂടി ഒരു ഓപ്പൺ ടെറസ് തന്നെ കൊടുത്താണ്. ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ ധാരാളം അപ്പുറം ഇപ്പുറം സ്ഥലമുണ്ട്. ഇവിടെയും ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം ഡ്രസ് വർക്കെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. സൈഡിൽ കാണുന്ന വീടുള്ള വ്യൂസാണ് കാണുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള 2.5 കിലോമീറ്റർ ഉള്ളൂ മണ്ണുത്തി സെൻറ്ററിലേക്ക്. ബസ് റൂട്ടിലേക്ക് 250 മീറ്റർ. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് ഒക്കെ ബന്ധപ്പെടുക. അതുപോലെ പല റേറ്റിലുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ആ വെറൈറ്റി വീടുകളുടെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരവും മണ്ണുത്തി സെൻറ്ററിലേക്ക് 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.